Dear nursing aspirants, welcome to Zodiac Academy. Myself Arun, faculty Zodiac Academy. നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റിന് വേണ്ടി നോളജ് ഹണ്ട് 2022 ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് ഡേ 2 ആണ്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ഒരു മസ്റ്റ് നോ ടോപ്പിക്കാണ്. ടോപ്പിക് ഈസ് റീസെൻറ്റ് ചേഞ്ചസ് ഇൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അവർ ട്യൂബർക്യുലോസിസ്. From this 2016 to this 2022, so many changes in this TB diagnosis and treatment. ഇതിൽ എല്ലാമൊന്നും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സ്, ചില ചേഞ്ചസ് മാത്രം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മളുടെ തിയറി ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് റീസെൻറ്റ് ചേഞ്ചസ് ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്യൂബർക്യുലോസിസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഒന്നാമത്തത്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ TB ഡയഗ്നോസിസ്, ഇൻട്രഡക്ഷൻ ഓഫ് CB NAT, അതിനെക്കുറിച്ച് പറയാം. പിന്നീട് മറ്റൊന്ന് നിക്ഷയ് ആൻഡ് ഡോട്ട്സ് 99, നിക്ഷയ് ആൻഡ് ഡോട്ട്സ് 99, അതിനെക്കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ചേഞ്ചസ് ഇൻ ദ കാറ്റഗറീസ് ഓഫ് TB ട്രീറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചും നമ്മളൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. ചേഞ്ചസ് ഇൻ ദ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വി വിൽ ഡിസ്കസ്. ആൻഡ് ഇൻട്രഡക്ഷൻ ഓഫ് ദിസ് ഡ്രഗ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡെയിലി റെജിമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്, ഡെയിലി റെജിമൻ. ആൻഡ് ഓൾസോ ഇൻറ്റൻസിഫൈഡ് TB കേസ് ഫൈൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. And will finally non-reporting of the TB cases, non-reporting or this unreporting of this TB cases are punishable. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻട്രഡക്ഷൻ ഓഫ് ദിസ് CB NAT. അപ്പോൾ എന്താണ് ഈ CB NAT? CB NAT cartridge based nucleic acid amplification test. It is CB NAT, cartridge based nucleic acid amplification test, that is known as our CB NAT. It is one of the recent updates regarding the diagnosis of this TB. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് the indication of this CB NAT, cartridge based nucleic acid amplification ടെസ്റ്റിനെ കുറിച്ചാണ്. ഈ ഒരു ടെസ്റ്റ് ജീൻ എക്സ്പെർട്ട് എന്നുള്ള ഒരു പേരിലും അറിയപ്പെടും. ജീൻ എക്സ്പെർട്ട്. ഈ ഒരു ടെസ്റ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, we will get the results within 2 hours. വെരി ഇമ്പോർട്ടൻറ്റ് ഒരു MCQ ആണ്. The CB NAT will give the result within 2 hours. The CB NAT will give the results within 2 hours. Very important ആയിട്ടുള്ള ഒരു MCQ ആണ്. The diagnostic test CB NAT, അതിൻ്റെ indications എന്തൊക്കെയാണ്? One of the most important indication, that is people who are living with this HIV. അപ്പോൾ people who are living with HIV patientsൽ TB ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കുന്നു. We are using this test exclusively for the diagnosis of this multi-drug resistant TB among this pediatrics and also this extra pulmonary cases. We are using this diagnostic tool and also in this non-respondents to this TB treatment. അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ്. ആ ഇൻഡിക്കേഷൻസ് ഒന്നുകൂടി ഞാൻ പറയുന്നു. People who are living with HIV, for the detection of TB in patients who are living with HIV. പിന്നീട് പറഞ്ഞു for the diagnosis of this multi-drug resistant TB and also for the diagnosis of TB in our pediatric patients and also for the detection of TB in this extra pulmonary cases and also for the detection of TB for the people who are non-respondent to TB treatment. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്. CB NAT എന്നുള്ള ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും.
ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ ഓർക്കുക, പീപ്പിൾ ഹു ആർ ലിവിങ് വിത്ത് ദിസ് HIV, അതേപോലെ തന്നെ പീഡിയാട്രിക് കേസസ്, എക്സ്ട്രാ പൾമണറി കേസസ് ആൻഡ് ആൾസോ നോൺ റെസ്പോണ്ടൻസ് ആൻഡ് ആൾസോ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് അവർ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു റീസെന്റ് ചേഞ്ചസിനെ കുറിച്ച് നോക്കാം. നെക്സ്റ്റ് ചേഞ്ച് ദാറ്റ് ഈസ് നിക്ഷയ് ആൻഡ് ആൾസോ ഡോട്ട്സ് 99. പ്രധാനപ്പെട്ട രണ്ട് MCQ. നിശ്ചയ് മീൻസ് ICT enabled TB monitoring system in India is known as നിക്ഷയ്. Information and Communication Technology enabled TB monitoring system in India, that is known as നിക്ഷയ്. നിക്ഷയ് നമ്മൾ പഠിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊന്നാണ് നിശ്ചയ്. എന്താണ് ഈ നിശ്ചയ്? എന്താണ് നിശ്ചയ്? ദാറ്റ് ഈസ് in vitro pregnancy detection kit which is introduced in India, that is called നിശ്ചയ്. In vitro pregnancy detection kit is known as നിശ്ചയ്. pregnancy നിശ്ചയിക്കുന്നതിനുള്ള pregnancy detection kit, that is നിശ്ചയ്. ഇത് നിക്ഷയ് ആണ്. ICT enabled TB monitoring system in India, that is called നിക്ഷയ്. very important MCQ. Next one, ICT enabled TB treatment adherence system in India, that is known as DOTS 99. DOTS 99. ICT enabled information and communication technology enabled therapeutic adherence system, that is known as DOTS 99. അതായത് നമ്മൾ TB ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 99% തെറാപ്യൂട്ടിക് അഡ്ഹറൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ ആരംഭിച്ചിട്ടുള്ളതാണ് ദിസ് ഡോട്ട്സ് 99. ഡോട്ട്സ് 99. അപ്പോൾ ഈ 99 ഡോട്ട്സിന്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ദിസ് 99 ഡോട്ട്സ് വിച്ച് ഇൻട്രൊഡ്യൂസസ് ദ ആന്റി TB ബ്ലിസ്റ്റർ പാക്ക് വിച്ച് ഈസ് റാപ്ഡ് ഇൻ കസ്റ്റം എൻവലപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് ഹിഡൻ ഫോൺ നമ്പേഴ്സ് that are visible only then the doses are dispensed. അതായത് patients are provided with this blister packs with hidden phone numbers. അതായത് ഇതിനകത്ത് ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട്. After taking that medication, the patient have to ring this toll free number. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ഫോൺ നമ്പർ that is registered with that dot system. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആഫ്റ്റർ ടേക്കിംഗ് ദാറ്റ് മെഡിക്കേഷൻ ദ പേഷ്യന്റ് ഹാവ് ടു റിംഗ് ദാറ്റ് ടോൾ ഫ്രീ നമ്പർ. അപ്പോൾ ഈ ടോൾ ഫ്രീ നമ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടോൾ ഫ്രീ നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഇത് നമ്മളുടെ വെയ്റ്റ് ബാൻഡ് ഫസ്റ്റിലുള്ള പേഷ്യൻറ്റിന് വേണ്ടിയുള്ള ഒരു ബ്ലിസ്റ്റർ പാക്കാണ്. എന്താണ് വെയ്റ്റ് ബാൻഡ് ഫസ്റ്റ് എന്നൊക്കെ ഞാൻ മുമ്പോട്ട് പറയാം. അപ്പോൾ ഇവിടെ എവരി സെക്കൻഡ് ഡ്രഗ് ദർ ഈസ് എ ടോൾ ഫ്രീ നമ്പർ. So the patient have to ring that number. അപ്പോൾ ഇവിടെ every second tablet there is a toll free number. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. പേഷ്യൻറ്റിന് ആ നമ്പറിലോട്ട് കോൾ ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പേഷ്യൻറ്റ് പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതർവൈസ് പേഷ്യൻ്റ് അങ്ങനെ വിളിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ദ ഡോട്ട്സ് പ്രൊവൈഡർ വിൽ കോൾ ദ പേഷ്യൻറ്റ്. അപ്പോൾ അങ്ങനെ ആ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് നടന്നു പോകും. അതേപോലെ തന്നെ വി ക്യാൻ എൻഷുർ ദാറ്റ് തെറാപ്യൂട്ടിക് അഡ്ഹറൻസ്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ആ കാരണത്താൽ ഇപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് നമ്മളുടെ നിക്ഷയ് ആൻഡ് ഡോട്ട്സ് 99. അപ്പോൾ ഡോട്ട്സ് 99 എന്താണെന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ദ ICT enabled തെറാപ്യൂട്ടിക് അഡ്ഹറൻസ് സിസ്റ്റം. അതാണെന്ത് നമ്മളുടെ ഡോട്ട്സ് 99. എന്നാൽ എന്താണ് നിക്ഷയ്? ഇറ്റ് ഈസ് ദ ICT enabled TB മോണിറ്ററിംഗ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു അപ്ഡേറ്റിലോട്ട് പോകാം റിഗാർഡിംഗ് ദിസ് TB ട്രീറ്റ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ്. നെക്സ്റ്റ് വൺ, ദ ചേഞ്ചസ് ഇൻ ദിസ് കാറ്റഗറീസ് ഓഫ് ദിസ് ട്രീറ്റ്മെന്റ്. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MCQs ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. ഒന്നാമത്തത്, അറ്റ് പ്രസന്റ് ഹൗ മെനി കാറ്റഗറീസ് ഓഫ് TB ട്രീറ്റ്മെന്റ്സ് ആർ ദയർ എന്നൊരു ചോദ്യം വരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് 3 കാറ്റഗറീസ് ആണ്.
അപ്പോൾ ഹൗ മെനി കാറ്റഗറീസ് ഓഫ് TB ട്രീറ്റ്മെൻറ്റ് ആർ അറ്റ് പ്രസൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എന്താണ് 3 categories. കാറ്റഗറി 1, കാറ്റഗറി 4 ആൻഡ് കാറ്റഗറി 5. ഇങ്ങനെ 3 കാറ്റഗറീസ് ആണ് നമുക്കുള്ളത്. ഇതിനു മുമ്പ് കാറ്റഗറി 2 ഉണ്ടായിരുന്നു, കാറ്റഗറി 3 ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ 2010 we removed the category 3. We removed the category 3 in the year 2010 and most recently we removed the category 2 also. That means 2018 we removed the category 2. TB treatments, DOTS നമ്മൾ പഠിക്കുമ്പോൾ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ്, ഷോർട്ട് കോഴ്സ് കീമോതെറാപ്പി, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് ദിസ് കാറ്റഗറി 1 ആൻഡ് കാറ്റഗറി 2. നേരത്തെ നമ്മൾ കാറ്റഗറി 3യും പഠിച്ചിട്ടുണ്ട്. കാറ്റഗറി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ കേസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ കാറ്റഗറി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ട്രീറ്റഡ് ഓർ ദിസ് ഡീഫോൾട്ടേഴ്സ് അവരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കാറ്റഗറി 2 എന്നുള്ളത് ഇപ്പോൾ ഇല്ല, അതും കാറ്റഗറി 1ഉം കൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് കാറ്റഗറി 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് കാറ്റഗറി 1, കാറ്റഗറി 4 ആൻഡ് കാറ്റഗറി 5. അപ്പോൾ കാറ്റഗറി 4ഉം കാറ്റഗറി 5ഉം കൂടെ ഒന്ന് ഓർത്തിരിക്കണം. കാറ്റഗറി 4 ഇറ്റ് ഈസ് ഫോർ അവർ multi drug resistant TB and category 5 for our XDR TB, that is extensively drug resistant TB. അപ്പോൾ നമുക്ക് 3 കാറ്റഗറീസ് ആണുള്ളത്, കാറ്റഗറി 1, കാറ്റഗറി 4 ആൻഡ് കാറ്റഗറി 5. ഇനി നമുക്ക് അടുത്തൊരു റീസെന്റ് ചേഞ്ച് റിഗാർഡിംഗ് ദിസ് TB ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് നോക്കാം. നെക്സ്റ്റ് ഈസ് ചേഞ്ചസ് ഇൻ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. നേരത്തെ നമുക്ക് കാറ്റഗറി 1ന് 6 months ആയിരുന്നു ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്, ആൻഡ് ഫോർ ദിസ് കാറ്റഗറി 2 8 months ആയിരുന്നു. ഇപ്പോൾ നമുക്ക് കാറ്റഗറി 1നും 2നും നമുക്ക് 6 months ഉള്ളൂ ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആണ്. എക്സാമ്പിൾ കാറ്റഗറി 1ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഡോട്ട്സ് റെജിമെനിൽ കാറ്റഗറി 1ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 months കഴിഞ്ഞിട്ട്, അതായത് ഇൻറ്റൻസീവ് ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്യൂട്ടം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ വീണ്ടും പോസിറ്റീവ് ആയി കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരുന്നു, നമ്മൾ ആ ഇൻറ്റൻസീവ് ഫേസ് 1 month നമ്മൾ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇല്ല. നോ എക്സ്റ്റൻഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോ എക്സ്റ്റൻഷൻ ഓഫ് ദ ഇൻറ്റൻസീവ് ഫേസ് ഓർ നോ എക്സ്റ്റൻഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻറ്റൻസീവ് ഫേസ് നമ്മളിപ്പോൾ 1 month എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു കാര്യം ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. സോ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഓൺലി ഫോർ ദിസ് 6 months. ഓർത്തിരിക്കുക, ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് 6 months, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോ എക്സ്റ്റൻഷൻ ഓഫ് ദിസ് ഇൻറ്റൻസീവ് ഫേസ്. ഓക്കെ, അതാണ് ഓർത്തിരിക്കുന്ന മറ്റൊരു പോയിന്റ്. അതേപോലെ തന്നെ നമ്മളുടെ ഇൻറ്റൻസീവ് ഫേസ് ആൻഡ് ദിസ് കണ്ടിന്യൂഷൻ ഫേസ്. ഇൻറ്റൻസീവ് ഫേസ് നമുക്കുള്ളത് 4 drug regimen ആണ്. ഐസോനിയാസിഡ്, റിഫാംപിസിൻ, പാരാസിനമൈഡ് ആൻഡ് എഥാംബ്യൂട്ടോൾ ഫോർ 2 months. കണ്ടിന്യൂഷൻ ഫേസിൽ നമ്മൾ 4 HRE ആണ് കൊടുക്കുന്നത്. അതായത് 4 monthsലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഐസോനിയാസിഡ്, റിഫാംപിസിൻ ആൻഡ് എഥാംബ്യൂട്ടോൾ. അപ്പോൾ ഇവിടെ നമ്മൾ 3 drug കോമ്പിനേഷനും 4 drug കോമ്പിനേഷനുമാണ്. 4 drug combination for this 2 months and 3 drug combination for this 4 months. അങ്ങനെ ടോട്ടൽ 6 months ആണ് നമ്മളുടെ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്. ഇനി നമുക്ക് അടുത്തൊരു ചേഞ്ച് നോക്കാം. നെക്സ്റ്റ് ചേഞ്ച് ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ഡ്രഗ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്. ഇപ്പോൾ മാൻഡേറ്ററി ആണ് ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ്. ദാറ്റ് മീൻസ് ഫോർ ഓൾ പ്രീവിയസ്ലി ട്രീറ്റഡ് കേസസ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ടെസ്റ്റ് rifampicin sensitivity. Very very important MCQ. It is very very important. Rifampicin sensitivity test which is mandatory for all previously treated TB patients. അതാണ് നമ്മളുടെ ഡ്രഗ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് അടുത്ത ഒരു റീസെന്റ് ചേഞ്ച് നോക്കാം. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ഡെയിലി റെജിമെൻ. അതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ഡെയിലി റെജിമെൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് വളരെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഡോട്ട് സിസ്റ്റമായിരുന്നു നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആൾട്ടർനേറ്റ് റെജിമെൻ.
അതായത് 2016-17 കാലഘട്ടങ്ങളിൽ എസ്പെഷ്യലി ഡ്യൂറിങ് ദിസ് 2016 നമ്മളുടെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു TB സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രമൻ കക്കാർ, ഇദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അതായത് അവർ TB ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം വിച്ച് ഈസ് അൺസയൻറ്റിഫിക് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് സുപ്രീം കോടതി ഇന്ത്യയിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ദിസ് ഡെയിലി റെജിമെൻ എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് കൊണ്ടുവരുന്നു. അപ്പോൾ 2016 നമ്മൾ എന്ത് ചെയ്യുന്നത്? വി സ്റ്റാർട്ടഡ് അവർ ഡെയിലി റെജിമെൻ. പിന്നീട് അത് ഇന്ത്യയിൽ ഉടനീളം 2016-17 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഉടനീളം വി സ്റ്റാർട്ടഡ് ദിസ് ഡെയിലി റെജിമെൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഡെയിലി റെജിമെൻ വിച്ച് ഡിക്രീസസ് ദ റെസിസ്റ്റൻസ് ആൻഡ് ഇൻക്രീസസ് ദ കംപ്ലയൻസ് ഓഫ് ദ പേഷ്യൻസ്. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യമാണ്. ദിസ് ഡെയിലി റെജിമെൻ വിച്ച് ഇൻക്രീസസ് ദ കംപ്ലയൻസ് ആൻഡ് ആൾസോ വിച്ച് ഡിക്രീസസ് ദ ഡ്രഗ് റെസിസ്റ്റൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് MCQ. പിന്നീട് ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫിക്സഡ് ഡോസ് റെജിമെൻ ആണ്. വിത്ത് ദിസ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ഓർ ഫിക്സഡ് ഡോസ് റെജിമെൻ വി ആർ പ്രാക്ടീസിങ് ദിസ് ഡെയിലി ഡ്രഗ് റെജിമെൻ. ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ FDC, ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് 4 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ഉണ്ട്. അഡൾട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്, പീഡിയാട്രിക്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. So for this adult we are having 4 fixed dose combination and also 3 fixed dose combination. 4 fixed dose combination in the sense HRZE, isoniazid, that means 75 milligram isoniazid, rifampicin, that means 150 milligram rifampicin, pyrazinamide, that is 400 milligram pyrazinamide, and this ethambutol 275 milligram ethambutol in the 1 tablet. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ. അതായത് ഇൻ ദിസ് ഫിക്സഡ് കോമ്പിനേഷൻ ഒറ്റ ടാബ്ലറ്റ് ആയിട്ടാണ് നമുക്ക് ദിസ് ഐസോനിയാസിഡ്, റിഫാംപിസിൻ, പൈറാസിനമൈഡ്, എത്താംബ്യൂട്ടോൾ ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ഒരു ടാബ്ലറ്റിൽ തന്നെ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസിൽ എല്ലാ ഡ്രഗ്സും. ഓക്കെ, ദാറ്റ് ഈസ് അവർ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ. അതേപോലെ തന്നെ വി ആർ ഹാവിങ് 3 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ. അവിടെ HRE ആണുള്ളത്, ഐസോനിയാസിഡ്, റിഫാംപിസിൻ ആൻഡ് എഥാംബ്യൂട്ടോൾ. ഐസോനിയാസിഡ് 75 milligram and this rifampicin 150 milligram and ethambutol 275 milligram per tablet. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് വെച്ചിട്ട് നമ്മൾ വെയ്റ്റ് ബാൻഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേഷ്യൻസിന് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ ഹിയർ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ വെയ്റ്റ് ബാൻഡ്. ഓർത്തിരിക്കുക, വെയ്റ്റ് ബാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിനെക്കുറിച്ചാണ് അറിയാനുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഈ വെയ്റ്റ് ബാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഡ്രഗ്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. നൗ അഡൾട്ട് വെയ്റ്റ് ബാൻഡ് ഫോർ ദിസ് TB ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾക്കുണ്ടായിരുന്നത് അഡൾട്ട്സിന് 4 വെയ്റ്റ് ബാൻഡ്സ് ആയിരുന്നു. 4 വെയ്റ്റ് ബാൻഡ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അക്കോർഡിംഗ് ടു സം റീസെൻറ്റ് ചേഞ്ചസ് ഇൻ ദ ഇയർ 2019 ചില ചേഞ്ചസ് പ്രകാരം നൗ വി ആർ ഹാവിങ് 5 വെയ്റ്റ് ബാൻഡ്സ് ഫോർ അഡൾട്ട്സ്. വെരി ഇമ്പോർട്ടൻറ്റ് MCQ. അഡൾട്ട്സിന് how many weight bands for the treatment of this TB dots? That is now it is 5. Very important. അപ്പോൾ വെയ്റ്റ് ബാൻഡ്സ് ഒന്ന് നോക്കാം. അവർ ഫസ്റ്റ് വെയ്റ്റ് ബാൻഡ് 25 to 34 kilogram, 25 to 34 kilogram. Our second weight band, that is 35 to 49 kilogram. Third weight band, that is our 50 to 64 kilogram. Our fourth weight band, that is 65 to 75 kilogram. And last weight band, our fifth weight band, that is greater than 75 kilogram. അപ്പോൾ ഈ വെയ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ വെയ്റ്റ് ബാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് പെർ ഡേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻ ദിസ് ഡെയിലി റെജിമെൻ. അപ്പോൾ ഇവിടെ
നമ്മളുടെ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ഇൻറ്റൻസീവ് ഫേസും ഉണ്ട്, നമുക്ക് ഇൻറ്റൻസീവ് ഫേസും ഉണ്ട്, കണ്ടിന്യൂഷൻ ഫേസും ഉണ്ട്. സോ ഇൻറ്റൻസീവ് ഫേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് 4 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ആണ്. അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അതായത് 75 മില്ലിഗ്രാം ഐസോനിയാസിഡ്, 150 മില്ലിഗ്രാം റിഫാംപിസിൻ, 400 മില്ലിഗ്രാം പൈറാസിനമൈഡ്, 275 മില്ലിഗ്രാം എഥാംബ്യൂട്ടോൾ. അതാണ് നമ്മൾ ഇൻറ്റൻസീവ് ഫേസിൽ ഒറ്റ ടാബ്ലറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ടാബ്ലറ്റ് ആണ് കൊടുക്കുന്നത്. HRZD ഒറ്റ ടാബ്ലറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓരോ വെയിറ്റ് ബാൻഡ് അനുസരിച്ചും ഇൻറ്റൻസീവ് ഫേസിലെയും കണ്ടിന്യൂഷൻ ഫേസിലെയും നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് വേരി ചെയ്തിരിക്കും. നമുക്ക് ഫസ്റ്റ് വെയിറ്റ് ബാൻഡ്, ദാറ്റ് മീൻസ് അവർ 25 to 34 കിലോഗ്രാം ഇൻറ്റൻസീവ് ഫേസിൽ നമുക്ക് 2 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതായത് HRZE 4 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ, അങ്ങനെ 2 ടാബ്ലറ്റ്സ്. HRZE that means 2 tablet. Okay, 2 tablets. കണ്ടിന്യൂഷൻ ഫേസിൽ 3 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ആണ്, അതും 2 ടാബ്ലറ്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അവിടെ 3 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ആണ്. അതേപോലെ തന്നെ വെയിറ്റ് ബാൻഡ് സെക്കൻഡ് 3 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ആണ് കൊടുക്കേണ്ടത് ഫോർ ദിസ് ഇൻറ്റൻസീവ് ആൻഡ് കണ്ടിന്യൂഷൻ ഫേസ്. അതേപോലെ തന്നെ വെയിറ്റ് ബാൻഡ് 3യിൽ നമുക്ക് കൊടുക്കാനുള്ളത് 4 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ആണ് ഇൻ ദിസ് ഇൻറ്റൻസീവ് ആൻഡ് കണ്ടിന്യൂഷൻ ഫേസ്. ഇനി നമ്മളുടെ ഫോർത്ത് വെയിറ്റ് ബാൻഡ് 65 to 75 കിലോഗ്രാം ആണ്. അവിടെ 5 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ഇൻ ദിസ് ഇൻറ്റൻസീവ് ഫേസ് ആൻഡ് ആൾസോ 5 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ഇൻ ദ കണ്ടിന്യൂഷൻ ഫേസ്. ഇനി നമ്മളുടെ ലാസ്റ്റ് വെയിറ്റ് ബാൻഡ്, ദാറ്റ് ഈസ് അവർ ഫിഫ്ത്ത് വെയിറ്റ് ബാൻഡ് ഗ്രേറ്റർ ദാൻ 75 കിലോഗ്രാം. അവിടെ ഇൻറ്റൻസീവ് ഫേസിൽ നമുക്ക് 6 ടാബ്ലറ്റ് കൊടുക്കാം. ദാറ്റ് മീൻസ് അവർ 4 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ 4 FDC 6 ടാബ്ലറ്റ്സ് കൊടുക്കാം. അതേപോലെ തന്നെ ഫോർ ദിസ് കണ്ടിന്യൂഷൻ ഫേസ് we have to give 3 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ 6 ടാബ്ലറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഈ ടാബ്ലറ്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഡെയിലി ആണ് കൊടുക്കുന്നത്. നേരത്തെ ആൾട്ടർനേറ്റ് റെജിമൻ ആയിരുന്നു, ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡെയിലി റെജിമൻ ആണ്. അപ്പോൾ ഈ ടാബ്ലറ്റ്സ് ഡെയിലി ആണ് കഴിക്കേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് വെയിറ്റ് ബാൻഡിലുള്ള ആൾ 2 ടാബ്ലറ്റ്സ് പെർ ഡേ കഴിക്കണം. ദാറ്റ് ഇൻറ്റൻസീവ് ഫേസിലാണെന്നുണ്ടെങ്കിൽ 4 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ, കണ്ടിന്യൂഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ 3 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ പെർ ഡേ ആണ് കഴിക്കേണ്ടത്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ദാറ്റ്സ് അബൌട്ട് അവർ അഡൾട്ട് വെയിറ്റ് ബാൻഡ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ഡെലാമാനിഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് അവർ MDR മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഇപ്പോൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TBക്ക് വേണ്ടി നമ്മൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രധാനപ്പെട്ട 2 ഡ്രഗുകളാണ് ബെദാക്യുലിൻ ആൻഡ് ഡെലാമാനിഡ്. അപ്പോൾ മോസ്റ്റ് റീസെൻ്റ്ലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏതാണ്? നമ്മളുടെ ഡെലാമാനിഡ് ആണ്. അപ്പോൾ ഡെലാമാനിഡ് ആൻഡ് ബെദാക്യുലിൻ, ഡെലാമാനിഡ് ആൻഡ് ബെദാക്യുലിൻ. അപ്പോൾ ബെദാക്യുലിൻ ആൻഡ് ആൾസോ ഡെലാമാനിഡ് ഈ 2 ഡ്രഗുകളാണ് മോസ്റ്റ് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ആൻറ്റി ട്യൂബർകുലോസിസ് ഡ്രഗ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് MDR TB. അപ്പോൾ ഇപ്പോൾ മോസ്റ്റ് റീസെൻ്റ്ലി, അതായത് 2020 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡ്രഗാണ് ഇത്, ഡെലാമാനിഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് ട്യൂബർകുലോസിസ് ഫോർ ദ ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഇതൊരു ബാക്ടീരിയസിഡൽ ഡ്രഗാണ്, ഓർത്തിരിക്കുക. ദിസ് ഡ്രഗ് ഈസ് എ ബാക്ടീരിയസിഡൽ ഡ്രഗ്. ഇനി നമ്മളുടെ അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് ഇന്റൻസിഫൈഡ് TB കേസ് ഫൈൻഡിങ്, or we can say active case detection of TB. So this active case finding of this TB, or this active case finding strategy, which entails systematic screening plus clinical evaluation of people with a presumptive TB in a target group by using rapid test or procedures. അപ്പോൾ നമ്മൾ റാപ്പിഡ് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ആക്റ്റീവ് കേസ് ഫൈൻഡിങ് നടത്തുന്നു. അത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് ഫോർ ഐഡൻറ്റിഫൈങ് ദ മിസ്സിംഗ് കേസസ്, എസ്പെഷ്യലി ദ ഹൈ റിസ്ക് ഗ്രൂപ്പ് ആൻഡ് ആൾസോ ഇൻ ദിസ് പ്രിസംപ്റ്റീവ് കേസസ്. അതായത് TBയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുന്ന ആളുകൾ. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ആക്റ്റീവ് കേസ് ഫൈൻഡിങ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നു. അതാണ് ഇൻറ്റൻസിഫൈഡ് TB കേസ് ഫൈൻഡിങ് എന്ന് പറയുന്നത്. ഇതും നമ്മളുടെ ഒരു ന്യൂ ഇനിഷ്യേറ്റീവ് ആണ്. ഇനി അടുത്തത്, undeclaration of TB case is punishable. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് എസ്പെഷ്യലി നമ്മളുടെ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ്, അവർ ഒരു
ടി ബി കേസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ സിസ്റ്റത്തെ അറിയിച്ചിരിക്കണം. അപ്പോൾ ഇഫ് ഈസ് ഫെയിൽഡ് ടു നോട്ടീസ് ദാറ്റ് ഷുവർലി ഇറ്റ് ഈസ് എ പണിഷബിൾ ഒഫൻസ്, ഒരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് മാറും. ഷുവർലി ദ പേഴ്സൺ വിൽ ഗെറ്റ് 6 months to 2 year ഇംപ്രിസൺമെൻറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സിനുള്ള മറ്റൊരു കാര്യമാണ് ഇൻസെൻറ്റീവ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദിസ് ടി ബി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ പെർ പേഷ്യൻറ്റിന് 1000 rupees വെച്ചിട്ട് ഇൻസെൻറ്റീവും ഇവിടെ ലഭിക്കുന്നുണ്ട്. അതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് റിഗാർഡിംഗ് ദിസ് പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദിസ് ടി ബി. 1000 rupees for the completion of the treatment. And also undeclaration of this TB cases, it is punishable. That means 6 months to 2 years imprisonment. അപ്പോൾ അതാണ് നമ്മളുടെ മറ്റൊരു ചേഞ്ച്. ഇനി അടുത്ത ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ NTB സ്ട്രാറ്റജിയെ കുറിച്ചാണ്. അക്കോർഡിംഗ് ടു അവർ WHO ടാർഗറ്റ് ബൈ ദ ഇയർ 2030 we have to eliminate TB. അതാണ് നമ്മളുടെ ഗ്ലോബൽ ടാർഗറ്റ്. പക്ഷേ ഇന്ത്യയുടെ ടാർഗറ്റ് അതിനെക്കാട്ടിലും 5 years മുമ്പിലാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഇന്ത്യ ഇസ് ദ കൺട്രി വിത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് ദിസ് ടി ബി പേഷ്യൻസ്. എങ്കിലും അവർ ടാർഗറ്റ് ഈസ് വി ഹാവ് ടു എലിമിനേറ്റ് ദ ടി ബി ബൈ ദ ഇയർ 2025. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ R&CP അതിനെ ഒന്ന് റീനെയിം ചെയ്തു. റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം അതിനെ ഒന്ന് റീനെയിം ചെയ്തു. നമ്മളിപ്പോൾ NTEP ആണ്, നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമാണ്. നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. ഇൻ ദ ഇയർ 2020 we renamed our revised national tuberculosis control program into NTEP, national tuberculosis elimination program. അപ്പോൾ ഓർത്തിരിക്കുക, നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ആണ് ഇപ്പോൾ നമുക്കുള്ളത്, നോട്ട് RNTCP. ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ കേരളത്തിൻ്റെ പ്രോഗ്രാമാണ് അക്ഷയ കേരളം. കേരളത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? അക്ഷയ കേരളം. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അക്ഷയ കേരളം, അക്ഷയ കേരളം, അവർ കേരളാസ് പ്രോഗ്രാം, ദാറ്റ് ഈസ് അക്ഷയ കേരളം, അക്ഷയ കേരളം. അപ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ ടാർഗറ്റ് വി ഹാവ് ടു എലിമിനേറ്റ് ദിസ് ടി ബി ബൈ ദ ഇയർ 2025 ആണ് നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ റീസെൻ്റ് ചേഞ്ചസ് ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ടി ബിയെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൻ്റെ തിയറി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ റീസെൻറ്റ് ചേഞ്ചസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് റിവ്യൂ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ ക്ലാസ് അവസാനിപ്പിക്കാം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ചാണ് ദ ഇൻട്രഡക്ഷൻ ഓഫ് ദിസ് 500 rupees ക്യാഷ് ഇൻസെൻറ്റീവ് ഫോർ ദിസ് TB. അതേപോലെ തന്നെ മോസ്റ്റ് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊന്നാണ് നിക്ഷയ് പോഷൻ യോജന. ദാറ്റ് മീൻസ് വി ഹാവ്. അതേപോലെ തന്നെ മോസ്റ്റ് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു പ്രോഗ്രാമാണ് നിക്ഷയ് പോഷൻ യോജന. ദാറ്റ് മീൻസ് 500 rupees ക്യാഷ് അസിസ്റ്റൻസ് ഫോർ ദിസ് TB പേഷ്യൻസ് ഫോർ ദെയർ ന്യൂട്രീഷണൽ പർപ്പസ്. അതായത് 500 rupees പെർ മന്ത് ക്യാഷ് അസിസ്റ്റൻസ് ഫോർ ദിസ് TB പേഷ്യൻറ്റ് ഫോർ ദെയർ ന്യൂട്രീഷണൽ പർപ്പസസ്. അതാണ് ഇത് നിക്ഷയ് പോഷൻ യോജന. 500 rupees പെർ മന്ത് ഫോർ പേഷ്യൻസ് ഡ്യൂറിങ് ദെയർ ട്രീറ്റ്മെൻറ്റ് പീരീഡ്. അതായത് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കാലഘട്ടത്തിൽ 500 rupees പെർ മന്ത് ആസ് ക്യാഷ് അസിസ്റ്റൻറ്റ് ഫോർ ദിസ് TB പേഷ്യൻസ് ഫോർ ദെയർ ന്യൂട്രീഷൻ പർപ്പസസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ റീസെൻ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റ്സ് റിഗാർഡിംഗ് അവർ ട്യൂബർക്ലോസിസ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൻ്റെ തിയറി ക്ലാസ്സിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് റിവ്യൂ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ റിവ്യൂ ക്വസ്റ്റ്യൻ 1, ഹൗ മെനി വെയ്റ്റ് ബാൻഡ്സ് ഫോർ ദിസ് അഡൾട്ട് TB പേഷ്യൻസ്? അറ്റ് പ്രസൻറ്റ് നമുക്ക് 5 വെയ്റ്റ് ബാൻഡ്സ് ആണ് നമുക്ക് നമ്മളുടെ അഡൾട്ട് പേഷ്യൻസിനുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ അത് നമ്മളുടെ ഓപ്ഷനിൽ 4 എന്നുള്ള ഒരു ഓപ്ഷനും കാണും. മിസ്ലീഡ് ചെയ്യേണ്ട. അതായത് നമ്മളുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള ബുക്കുകളിൽ പോലും നമുക്ക് 4 വെയ്റ്റ് ബാൻഡ്സ് ആണ് കാണുന്നത്. പക്ഷേ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് 5 വെയ്റ്റ് ബാൻഡ്സ് ആണ്. അതായത് നമ്മുടെ 2019 മെയ് മുതൽ നമുക്ക് 5 വെയ്റ്റ് ബാൻഡ്സ് ആണുള്ളത്. ഇനി നമ്മളുടെ പീഡിയാട്രിക്സിനാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഉള്ളത് 6 വെയ്റ്റ് ബാൻഡ്സ് ആണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ,
most recently introduced drugs for this MDR TB treatment. നമുക്കറിയാം അത് നമ്മളുടെ ഡെലാമാനിഡ് ആണെന്ന് അറിയാം. അതായത് ഞാൻ പറഞ്ഞു 2 drugs recently introduced for the treatment of this MDR TB, multi-drug resistant TB, that is bedaquiline and delamanid. But most recently introduced, that is our delamanid. അതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മളുടെ bedaquiline. ഇനി നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യനോട് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, presently how many categories of TB treatment existing? എത്ര കാറ്റഗറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കാറ്റഗറി 1, കാറ്റഗറി 4, കാറ്റഗറി 5. കാറ്റഗറി 1 for this new and previously treated cases, category 4 for this multi-drug resistant TB, category 5 for extensively drug resistant TB. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് presently how many categories we are having? Category 1, category 4, category 5. So the answer is 3 category. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, incentive for private doctors for the treatment completion per TB patients are. നമുക്കിപ്പോൾ ₹1000 per patient ആണ് നമ്മൾ ഇൻസെൻറ്റീവ് ആയിട്ട് കൊടുക്കുന്നത് ഫോർ ദിസ് പ്രൈവറ്റ് ഡോക്ടേഴ്സ്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ₹1000 എ ഓപ്ഷൻ ആണ് റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CB NAT will give result within cartridge based nucleic acid amplification test or this gene expert will give results within 2 hours. അപ്പോൾ അതാണ് നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 2 hours. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ റിവ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ റീസെൻറ്റ് അപ്ഡേറ്റ്സ് റിഗാർഡിങ് അവർ ട്യൂബർക്കുലോസിസ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമ്മൾ ഇന്നൊരു മസ്റ്റ് നോ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. നാളെ അതായത് ഡേ 3 നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.